ആശാവർക്കർമാരുടെ സമരത്തിനൊപ്പം മറ്റൊരു പ്രതിഷേധം കൂടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നുണ്ട്. വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഏപ്രിൽ 19 അവസാനിക്കും. ഇനി ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. വലിയ ആശങ്കയിലും നിരാശയിലുമാണ് ഉദ്യോഗാർത്ഥികൾ. പ്രതീക്ഷയുടെ ചെറിയൊരു കണിക മാത്രമാണ് ഇനിയുള്ളത്. സർക്കാർ ഈ സമരത്തെയും പൂർണ്ണമായും അവഗണിക്കുകയാണ്. എന്താണ് ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളത്? ചേച്ചിയുടെ പേരെന്താ? അമൃത. ഇനി 4 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റ് നിർത്തലാക്കുമല്ലോ. ഇത് അങ്ങനെയാണെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് അനുകൂലമാവുന്ന എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഞങ്ങളെ പ്രതീക്ഷയൊക്കെ ഏകദേശം ഇപ്പം മങ്ങിയ പോലെയാണ്. കാരണം ഇന്ന് ക്യാബിനറ്റിൽ എന്തെങ്കിലും ആയിട്ട് ഞങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നു പ്രതീക്ഷിച്ചിട്ടിരുന്നതാണ്. ക്യാബിനറ്റിൽ ഞങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു ഞങ്ങൾ. പക്ഷെ അങ്ങനെ ഇല്ലാന്നാണ് ഇപ്പോഴും അറിഞ്ഞത്. അപ്പൊ ഏകദേശം ഞങ്ങളെ പ്രതീക്ഷയൊക്കെ മങ്ങി നിൽക്കുവാണ്. നാളെയും മറ്റന്നാളും പബ്ലിക് ഹോളിഡേയ്സ് ആണ്. അതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നുള്ളത് 19 ലിസ്റ്റ് അവസാനിക്കുന്ന ആ ദിവസമാണ്. അന്ന് 12 മണി വരെ, രാത്രി 12 മണി വരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ളത് എന്തെങ്കിലും വരും. ഇതുവരെ ആയിട്ട് ഭരണപക്ഷത്തിലത്തെ ഒരാൾ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു, VD സതീശൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ സമരപ്പന്തലിൽ. അതുപോലെ തന്നെ 2-3 ദിവസം മുന്നേ ചെന്നിത്തല സാർ വന്നിട്ടുണ്ടായിരുന്നു സമരപ്പന്തലിൽ. വേറെ ആൾക്കാർ ആരും ഞങ്ങളൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ പാർട്ടി സപ്പോർട്ടോടെ ഒരിക്കലും സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അനുകൂലിച്ചിട്ട് അങ്ങനെ ഇല്ല, ആരും വന്നിട്ടില്ല. ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വേണ്ട എന്ന രീതിയിലാണ് ഇപ്പം. ഞാൻ PG സൈക്കോളജി കഴിഞ്ഞതാണ്. അതെ, ഇവിടെ കുറെ പേര് PG സെറ്റ് നെറ്റൊക്കെ കിട്ടി ഇഷ്ടംപോലെ ആൾക്കാർ, BEd കഴിഞ്ഞാൽ കുറെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്.